ഉത്തരേന്ത്യയിൽ BJPയുടെ ബുൾഡോസർ രാജ് 23 മുസ്ലിം മതസ്ഥാപനങ്ങളാണ് 45 ദിവസത്തിനിടെ ഇടിച്ചു നിരത്തിയത്. അനധികൃത നിർമ്മാണം ആരോപിച്ചാണ് നടപടി. നോട്ടീസ് പോലും നൽകാതെയാണ് പല കെട്ടിടങ്ങളും പൊളിച്ചത്. 1000 കൊല്ലം പഴക്കമുള്ള പള്ളിയും പൊളിച്ചു നീക്കൽ ഭീഷണിയിലാണ് എന്ന് പറയുന്നു. റഷീദ് ബിൻ മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി. റഷീദ്, എന്താണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇഷാദ്, അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട മതാചാര സ്ഥാപനങ്ങളും പള്ളികളും ഇപ്പോൾ പൊളിച്ചു നീക്കുന്ന ഒരു നടപടിയിലേക്ക് BJP സർക്കാരുകൾ കടന്നിരിക്കുന്നത്. 45 ദിവസത്തിനിടെ 23 മുസ്ലിം മത സ്ഥാപനങ്ങളാണ് പൊളിച്ചു നീക്കിയിരിക്കുന്നത്. ഇതിൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള പള്ളികളടക്കം ഇപ്പോൾ പൊളിച്ചു നീക്കുന്ന നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടങ്ങൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അനധികൃതമായിട്ടുള്ള നിർമ്മാണമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ BJP സർക്കാർ ബുൾഡോസർ രാജിലൂടെ പ്രധാനമായും മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, നേരത്തെ സമ്പൽ, വാരണാസി, ജയ്പൂർ തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിൽ വലിയ തോതിലുള്ള ഈ ബുൾഡോസർ രാജ് നടക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് പോലും ഇത്തരത്തിലുള്ള പൊളിച്ചു നീക്കലിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇതിനോടകം തന്നെ 20ഓളം മേഖലകൾ പൊളിച്ചു നീക്കാനുള്ള നടപടി ഇപ്പോൾ ജില്ലാ ഭരണകൂടങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മംഗോൾപുരി, ദർഗ ഉൾപ്പെടെയുള്ള മേഖലകളാണ് ഇപ്പോൾ ഡൽഹിയിൽ പൊളിച്ചു നീക്കിയിരിക്കുന്നത്. 200 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണ്. അതോടൊപ്പം തന്നെ തലമുറകളായി പ്രധാനമായിട്ടുള്ള ആത്മീയ കേന്ദ്രങ്ങളായി പരിപാലിച്ചു വരുന്ന കേന്ദ്രങ്ങൾ കൂടിയാണ് ഇപ്പോൾ പൊളിച്ചു നീക്കലിന്റെ വക്കലിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള മദ്രസകളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ മതാചാര ചടങ്ങുകളും മദ്രസകളും ഒക്കെ തന്നെയും പൊളിച്ചു നീക്കുന്ന നടപടികളിലേക്ക് ഇപ്പോൾ BJP സർക്കാർ കടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പൊളിച്ചു നീക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ അധികൃതർക്ക് സർക്കാരിന്റെ ഭാഗത്ത് നോട്ടീസ് ലഭിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട പരാതി കൂടി മതസ്ഥാപനങ്ങളുടെ മേധാവികൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബുൾഡോസർ രാജ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി.